ഹായ് ഫ്രണ്ട്സ്, എനിക്ക് വന്നിട്ട് കണ്ടിട്ട് പുതിയ വീഡിയോക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് വെബ് ഷൂട്ടറിൻ്റെ എല്ലാ പണിയും തീർത്തിരിക്കുകയാണ്. പവർഫുൾ വെബ് ഷൂട്ടറാണ്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല, നമുക്കതിനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ് ഷൂട്ടർ. അപ്പോൾ ഇതിൻ്റെ ചില കാര്യങ്ങളൊക്കെ മിസ്സായി പോയിരുന്നു. അപ്പോൾ അതൊക്കെ റിപ്പയറും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ വെബ് ഷൂട്ടറിൻ്റെ സംഭവം സെറ്റ് ചെയ്യുകയാണ്, ഈ ഒരു ബോഡിയിലേക്ക്. പിന്നെ ഇതാണ് നമ്മുടെ ലോക്ക്. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ആ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു വെച്ചേക്കുക. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്, പിന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഓട്ടോറയൊക്കെ മണ്ടയ്ക്കുള്ളൊരു ഷീറ്റാണ് കേട്ടോ, ഈ കറുത്ത നിറത്തിയിരിക്കുന്നത്. അതായത് ഓട്ടോയുടെ മുകളിലത്തെ ആ ഒരു ഷീറ്റില്ലേ, അത്. ഇത് കാണാൻ നല്ല ലുക്കുമാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭയങ്കര പവറാണ് ഇതിന്, കീറത്തില്ല പെട്ടെന്നൊന്നും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ വെബ് ഷൂട്ടറിൻ്റെ ഇതിലേക്കും പിന്നെ ബോഡിയിലേക്കും 2 ഹോൾ ഇട്ടിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ബഡ്സിൻ്റെ 2 റോൾ എടുത്തിട്ട് അതുവഴി കയറ്റി നമ്മൾ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി സെറ്റാക്കി കഴിഞ്ഞാൽ നല്ല പ്രോപ്പറായിട്ട് ഇരുന്നോളും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, ടൈറ്റും ആയിരിക്കും. പിന്നെ ആവശ്യമുള്ളപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പ്രൂവിങ് ഒട്ടിക്കലൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലോക്ക് ജസ്റ്റ് കയറ്റിയിടാം. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഈ ഫ്രണ്ട് ലോക്കും പരിപാടിയൊക്കെ ഒന്ന് ജസ്റ്റ് പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ ജസ്റ്റ് അത് ഞാൻ കറക്റ്റായി ഒട്ടിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. റബ്ബർ ബാൻഡ് ഒന്ന് ചേഞ്ച് ആക്കി. ഇനി നമുക്ക് ഈ ഒരു ഹോളിലേക്ക് കയറ്റി വെക്കാം. ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ടായിട്ട് ഒരു ഹോളും കൂടി ഇടണം. അതായത് നമുക്കൊരു നാനോ ലൈൻ, അതായത് ചൂണ്ട നൂല് നമുക്ക് ജസ്റ്റ് ഒന്ന് കടത്തി വിടാനുണ്ട്. അതായത് ലോക്ക് നമുക്ക് അൺലോക്ക് ആക്കാനും ലോക്ക് ആക്കാനും വളരെ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചൂണ്ട നൂല്. അപ്പോൾ ഇത് നമ്മുടെ ആ ലോക്കിലേക്ക് ഒന്ന് ജസ്റ്റ് കയറ്റി ഇടണം. ഇവിടെ ഞാൻ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതങ്ങനെ എടുത്തു. ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ലോക്ക് മാറ്റാനൊക്കെ സാധിക്കും. ഇനി നമുക്ക് നമ്മൾ അവസാനമായിട്ട് ആ ഒരു ഹോളില്ലേ, അതിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്കിത് കയറ്റി വെച്ച് കൊടുത്തിട്ട് രണ്ടാമത്തെ ഹോളിലും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ കയറ്റി വെക്കണം. എന്നാലും ഒരു പ്രോപ്പറായിട്ട് തെന്നി പോകാതെ അങ്ങനെ ഇരിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും നീളം വേണ്ട ഇതിന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് തീപ്പെട്ടിയോ എന്തെങ്കിലും ഒന്ന് കത്തിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം അതിൽ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉരുകിയിട്ട് മുകൾ വശം പുറകിലോട്ട് ഇങ്ങനെ മടങ്ങി ഒരു റൗണ്ട് ഷേപ്പാവും. അത് ലോക്കായിട്ട് മാറും. അത് ഇതുപോലെ. എന്നിട്ട് ജസ്റ്റ് നമുക്ക് കത്രിക വില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. അപ്പോൾ അത് നല്ല അമർന്ന് ഉരുകി അങ്ങ് ഇരുന്നോളും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കെയർഫുള്ളായിട്ട് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് അങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പൊള്ളിപ്പോവും. അത് പ്ലാസ്റ്റിക് ഉരുകിയതാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെബ് ഷൂട്ടിൻ്റെ ബെൽറ്റാണ്. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ച ഓട്ടോയുടെ ആ ഒരു സ്ട്രിപ്പില്ലേ, അതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് നേരെ കട്ട് ചെയ്തിട്ടുണ്ട് ആ ബോഡിയിൽ. അതുവഴി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറ്റിയിടുകയാണ്, ഇതുപോലെ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കയ്യിൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് നമുക്കിത് കയ്യിൽ ഇതുപോലെ ഒട്ടിച്ച് വെക്കണം, അതുപോലെ. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് കാണിച്ചിരുന്നു, ഈ ഒരു നൂലെങ്ങനെ സേവ് ചെയ്യുന്നതെന്നും ഇതങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് ചെയ്യുന്നത് മാഗ്നറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ DVD പ്ലെയറിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്. അത് പഴയ DVD പ്ലെയറിൻ്റെ അകത്തെ. ഇപ്പോൾ നമ്മൾ ഈ നൂലെല്ലാം ജസ്റ്റ് ഇങ്ങനെ വെളിയിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു മാഗ്നറ്റ് ഇടുകയാണ്, ഒരൊറ്റ മാഗ്നറ്റ്. ഓക്കെ, ഇവിടെ കിടപ്പുണ്ട്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ച് ആ നൂല് സേവ് ചെയ്യുക. ഇനി നമുക്ക്
ഒരു മാഗ്നറ്റ് ആ വെബ് ഷൂട്ടറിൻ്റെ ആ ഒരു ബോട്ടിൽ സെറ്റ് ചെയ്യുന്നതിന് തൊട്ട് താഴെയായിട്ടായിരിക്കണം ഈ ഒരു രണ്ടാമത്തെ മാഗ്നറ്റ് ഒട്ടിച്ചേക്കേണ്ടത്. അതായത് ഈ ഒരു വശത്തായിട്ട്. ഇത് നമുക്ക് പഴയ പോലെ ബെൽറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും താഴോട്ട് പോകത്തില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ മാഗ്നറ്റ് ആയിട്ട് ഒട്ടി ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് സ്റ്റിക്കർ വേണം. അതായത് നമ്മൾ ഈ ഓട്ടോയുടെ ഷീറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത് ഒരു സൈഡ് റഫും ഒരു സൈഡ് സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് നമുക്കിവിടെ ഇങ്ങനെ ഒട്ടിച്ചേക്കാം. കാരണം നമ്മൾ വലത്തെ കൈ ഇടത്തെ കൈ എന്നൊന്നുമില്ല, നമുക്ക് രണ്ട് കൈയിലും വെച്ച് ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിലോ, അതുകൊണ്ട് അങ്ങനെ നോക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു നൂലില്ലേ നമ്മുടെ കൈക്ക് പറ്റിയ നമുക്ക് പിടിച്ച് വലിക്കാൻ പറ്റിയ രീതിയിൽ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് വെക്കണം ആ തുമ്പൊന്ന്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഈ ഒരു വിരലിലേക്ക് വെച്ചേക്കുവാണ്. എന്നിട്ട് കറക്റ്റ് അളവ് ജസ്റ്റ് നോക്കി വെക്കുക. എന്നിട്ട് നമ്മൾ അതൊരു കെട്ടിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് വിരലിൻ്റെ ഇടയ്ക്കൂടെ കയറ്റി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വിരൽ താക്കുമ്പോഴത്തേനും ലോക്കായ സാധനം അൺലോക്ക് ആവും. അപ്പോൾ സ്പ്രിങ് ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കിൻ സെഷൻ. ഇത് നമുക്കിത് വെബ് ഷൂട്ടറിൻ്റെ ബാക്കിൽ കൂടെ ഒന്ന് കയറ്റണം. അതിനാണ് ഞാൻ ലീഫ് ലെയറയിൽ നൂല് കുടിക്കേക്കുവാണ്. എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അത് ജസ്റ്റ് സ്പ്രിങ്ങിലോട്ടും കൂടെ ഒന്ന് കെട്ടിയിടാം. നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഈ ബോഡി ഞാൻ എന്തിനാ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ബോഡി അഡീഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മണ്ടയ്ക്കൊന്ന് ജസ്റ്റ് ഒട്ടിച്ചോ സെറ്റ് ചെയ്തെല്ലാം വെച്ചാൽ മതി. അപ്പം അതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം പെർഫെക്റ്റ് ആണല്ലോ എന്ന്. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ നൂലിൻ്റെ നീളവും ഒക്കെ കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ലൈക്ക് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വണ്ണോട്ടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഓളെന്നാൽ വെബ്സൈറ്റ് കൊണ്ടുവന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.